ഹായ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടി ഇംഗ്ലീഷിൻ്റെ രണ്ടാം ഭാഗമാണ്. ഓക്കെ, നമ്മൾ കുട്ടി ഇംഗ്ലീഷിൻ്റെ 7th ലെസണായിട്ട് ഒരു സെഷൻ ചെയ്തായിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമ്മളിത് പഠിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവരാണെങ്കിൽ വലിയ വലിയ സെൻറ്റൻസസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യൽ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 വാക്കിൽ ഒതുങ്ങുന്ന 3 വാക്കുകളിൽ ഒതുങ്ങുന്ന ചെറിയ സെൻറ്റൻസ് ആണ് നമ്മൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സംസാരിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം സെൻറ്റൻസസ് പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 25 കിട്ടില്ല ചെറിയ കുട്ടി സെൻറ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഐ ക്യാൻ. ഓക്കെ, എനിക്ക് കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. ഐ ക്യാൻ. ചിലപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് പാട്ട് പാടാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാടാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എനിക്ക് കഴിയും എന്ന് പറയും. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഐ ക്യാൻ. ഓക്കെ, എങ്ങനെ പറയും? ഐ ക്യാൻ. നിനക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയോ? നിനക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയും? നമ്മൾ പറയണം ഐ ക്യാൻ. ഓക്കെ, അല്ലെങ്കിൽ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയണം ഐ ക്യാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിയും എന്നുള്ളതിനാണ് നമ്മൾ ഐ ക്യാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. സ്പീക്ക് അപ്പ്. ഓക്കെ, ഇപ്പോൾ സംസാരത്തിന് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ആണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒന്നും മിണ്ടാതിരിക്കും, അല്ലേ? നമ്മൾ അവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കും. അപ്പോൾ നമ്മൾ പറയും സ്പീക്ക് അപ്പ്. ഓക്കെ, നിങ്ങളും സംസാരിക്കും, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്ത് പറയുക? സ്പീക്ക് അപ്പ്. ഓക്കെ, സ്പീക്ക് അപ്പ്. നിങ്ങളും തുറന്ന് സംസാരിക്കും, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, ഉറക്കെ സംസാരിക്കൂ എന്നൊക്കെയാണ് അതിനർത്ഥം. എങ്ങനെ? സ്പീക്ക് അപ്പ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഒന്നും മിണ്ടാതിരിക്കണേ പറയും സ്പീക്ക് അപ്പ്. ഓക്കെ, സ്പീക്ക് അപ്പ്, സംസാരിക്കുക എന്ന് നമുക്ക് പറയാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ, മൂന്നാമത്തെ സെൻറ്റൻസ് ബിഹേവ് യുവർ സെൽഫ്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കൂട്ടി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവരൊന്ന് മിസ്ബിഹേവ് ചെയ്യും, ഒരു മോശം പെരുമാറ്റമൊക്കെ കാഴ്ചവെക്കും. അപ്പോൾ നമ്മൾ അവരെ പതുക്കെ തോണ്ടിയിട്ട് പറയും, ഒന്ന് നന്നായിട്ട് പെരുമാറുന്നത് നല്ലതായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ, ബിഹേവ് യുവർ സെൽഫ്, നന്നായിട്ട് പെരുമാറ്. ഓക്കെ, ബിഹേവ് യുവർ സെൽഫ്, നീയായിട്ടൊന്ന് പെരുമാറ്, നല്ല സ്വഭാവം കാഴ്ചവെക്കും എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയാം, ബിഹേവ് യുവർ സെൽഫ്. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള മോശം സ്വഭാവമൊക്കെ കാണിക്കുക. അപ്പോൾ നമുക്ക് അവരോടും പറയാം ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ, ബിഹേവ് യുവർ സെൽഫ്, നന്നായിട്ട് പെരുമാറും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോയാലോ. ഡോണ്ട് ആസ്ക്. ഓക്കെ, ഡോണ്ട് ആസ്ക്, ചോദിക്കണ്ട. ഓക്കെ, ചോദിക്കണ്ട എന്നാണ് പറയുന്നത്. ഡോണ്ട് ആസ്ക്. ഓക്കെ, ചോദിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെയും പറയാം, ഡോണ്ട് ആസ്ക് മീ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കേണ്ട എന്നായി. ഓക്കെ, ഡോണ്ട് ആസ്ക് മീ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കേണ്ട എന്നായി. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു കാര്യം ഒരു പ്രാവശ്യം ചോദിക്കും, നമ്മൾ നോ പറയും, വീണ്ടും ചോദിക്കും, നമ്മൾ നോ പറയും, അവസാനം പറയും ഇനി എന്നോട് ചോദിക്കേണ്ട. ഓക്കെ, ഡോണ്ട് ആസ്ക് മീ. ഓക്കെ, ഡോണ്ട് ആസ്ക് മീ, ഡോണ്ട് ആസ്ക് മീ. ഓക്കെ, ഇനി എന്നോട് ചോദിക്കേണ്ട. ഓക്കെ, എങ്ങനെ പറയും? ഡോണ്ട് ആസ്ക് മീ. മറ്റൊരു സെൻറ്റൻസ് ആണ് ഇങ്ങ് താഴത്തോട്ട് പോവാം. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ ജനലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കും, ചിലപ്പോൾ സ്റ്റെയറിന് മുകളിൽ കയറി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും ഇങ്ങ് താഴത്തോട്ട് പോവാം. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? കം ഡൗൺ. എങ്ങനെ പറയാം? കം ഡൗൺ. ഓക്കെ, കാം ഡൗൺ അല്ല, കം ഡൗൺ. ഓക്കെ, കം ഡൗൺ, താഴത്തോട്ട് പോയി, കം ഡൗൺ. കാം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് സ്വസ്ഥമാകും, ഒന്ന് ശാന്തമാകും എന്നാണ് നമ്മുടെ അർത്ഥം. ഓക്കെ, കാം ഡൗൺ, ഒന്ന് ശാന്തമാകും. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തോട്ട് ഇറങ്ങി വരും. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ആണ് ആസ്ക് മീ. ഓക്കെ, എന്നോട് ചോദിക്കുക. ആസ്ക് മീ, എന്നോട് ചോദിക്കുക, ഇല്ലേ? ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് നമ്മൾ പറയാം ഇനി എന്നോട് ചോദിക്കുക എന്ന് പറയും, അല്ലേ? ആസ്ക് മീ, എന്നോട് ചോദിക്കുക. ആസ്ക് മീ, എന്നോട് ചോദിക്കുക. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടോ. ആസ്ക് മീ, വളരെ സിമ്പിൾ സെൻറ്റൻസ് അല്ലേ? ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞൊരു മനോഹരമായിട്ടൊരു ഇമേജ് വരച്ചിട്ട് വരുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ഭാര്യ മനോഹരമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോൾ, ചിലപ്പോൾ ഭർത്താവ് ഒരു കാര്യം വീട്ടിൽ നന്നായിട്ട് ചെയ്തിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, പ്രശംസിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് വെൽ ഡൺ. ഓക്കെ, എങ്ങനെ പറയാം? വെൽ ഡൺ. ഓക്കെ, നന്നായിട്ട് ചെയ്തിരിക്കുന്നു, മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്രീസിയേഷന് പറ്റിയൊരു മനോഹരമായിട്ടുള്ള വാക്കാണ് എന്ത്? വെൽ ഡൺ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ മനോഹരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് മോശമായ പോലെ നമ്മൾ പറയണത് വെൽ ഡൺ. ഓക്കെ, നന്നായിട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ, വെൽ ഡൺ. ഓക്കെ, നമുക്കിനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ഡോണ്ട് ഹെസിറ്റേറ്റ്.
ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ്. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മടി കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. മടി കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ മടി കാണിക്കേണ്ട, അല്ലെങ്കിൽ നാണം വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയും നമ്മൾ, ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഒരു ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വാക്കാണ് കേട്ടോ. ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് മാൻ. ഓക്കെ, നീ നാണൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലെന്നേ, അങ്ങ് ചെയ്യുന്നേ എന്ന് പറയും, ഇല്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് അതാട്ടോ പറയാനുള്ളത്. ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾ നാണൊന്നും വിചാരിക്കേണ്ട, അങ്ങ് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നേ. അടുത്ത സെന്റൻസ് ആണ് ഗോ സ്ട്രേറ്റ്. ഗോ സ്ട്രേറ്റ്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒരാൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പം നേരെ പൊക്കോ എന്ന് നമ്മൾക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പറയാം. എങ്ങനെ? ഗോ സ്ട്രേറ്റ്. ഓക്കെ, നേരെ പോകൂ. ഓക്കെ, ഗോ സ്ട്രേറ്റ്, നേരെ പോകൂ. ചിലപ്പോൾ നമ്മുടെ മക്കൾ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് വരാം, നമ്മൾ പറയും അത് ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഭാര്യ ആയിരിക്കും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നോട്ട് റിക്വയർഡ്. ഓക്കെ, നോട്ട് റിക്വയർഡ്, അത് ആവശ്യമില്ല, അത് ആവശ്യമില്ലാത്തതാണ്. എന്താണ്? നോട്ട് റിക്വയർഡ്, അത് ആവശ്യമില്ല. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? നോട്ട് റിക്വയർഡ്. ആൻസർ മീ, അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ് കേട്ടോ. ആൻസർ മീ, എന്നോട് ഉത്തരം പറയും, എന്നോട് ഉത്തരം പറയും, ഇല്ലേ? നമ്മൾ ചിലപ്പോൾ മക്കളുടെ അടുത്തൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അവരൊന്നും പറയാതെ നിൽക്കുമ്പോൾ നമ്മൾ പറയും ഉത്തരം പറ, ഉത്തരം പറ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ആൻസർ മീ, ആൻസർ മീ. ഞാനിത് ലൈഫിൽ എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല തവണയായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? ആൻസർ മീ. ഓക്കെ, എന്നോട് ഉത്തരം പറ, ആൻസർ മീ. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഒത്ത് ചിലപ്പോൾ പർച്ചേസിങ്ങിന് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സാരി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ഒരു 4-5 സാരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ, എന്നിട്ട് ചോദിക്കും ഇതിലേതാ ഞാൻ എടുക്കേണ്ടത്, നമ്മുടെ ഒരു സജഷൻ നമുക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇതെടുത്തോ എന്ന് പറയും, ഇതെടുത്തോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ടേക്ക് ദസ്. എങ്ങനെ പറയാം? ടേക്ക് ദസ്, ഇതെടുത്തോളൂ. എങ്ങനെ പറയാം? ടേക്ക് ദസ്. ഓക്കെ, നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലേ? ഇതുപോലെ പല രീതിയിൽ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ടേക്ക് ദിസ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു പേന എഴുതാനില്ല, അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു പേന ഇരിക്കേണ്ടത്, നമുക്ക് ആ പേന എടുത്തിട്ട് ടേക്ക് ദിസ്, ഓക്കെ, ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ടേക്ക് ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെടുത്തോളൂ എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത സെൻറ്റൻസിലേക്ക് പോകും. ഓക്കെ, എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടൊരു വാക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു വാക്കാണ് ഇത്. ഏതാണെന്നറിയൂ? ട്രൈ അഗൈൻ. വീണ്ടും ശ്രമിക്കുക. പരാജിതരായാലും വീണ്ടും ശ്രമിക്കാൻ പറയും, അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം തോറ്റു, രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു, വീണ്ടും ശ്രമിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഓക്കെ, ട്രൈ അഗൈൻ, വീണ്ടും ശ്രമിക്കുക. ട്രൈ അഗൈൻ, വീണ്ടും ശ്രമിക്കുക. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ മനോഹരമായിട്ട് പെട്ടെന്നൊന്നും ആദ്യം തന്നെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, ഒത്തിരി മണ്ടത്തരങ്ങൾ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് അറിയുമോ? ട്രൈ അഗൈൻ, വീണ്ടും ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പല ആവർത്തി ശ്രമിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുക, അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും ശ്രമിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ട്രൈ അഗൈൻ, ട്രൈ അഗൈൻ. ഓക്കെ, നാളെ കാണാം. ഓക്കെ, നല്ലൊരു വാക്കാണ്, അല്ലേ? നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യമാണത്, നാളെ കാണാം കേട്ടോ. ഓക്കെ, നാളെ കാണാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സീ യു ടുമോറോ. ഓക്കെ, എങ്ങനെ പറയാം? സീ യു ടുമോറോ. ഓക്കെ, ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മളെങ്ങനെ പറയാം? സീ യു ടുമോറോ, സീ യു ടുമോറോ. ചില ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകാൻ നിൽക്കുമ്പോൾ, ഓക്കെ, നമ്മൾ ആദ്യം ഇറങ്ങി വണ്ടിയിലൊക്കെ ഇരുന്നിട്ടുണ്ടാവും, പക്ഷെ വീടിൻ്റെ ബാക്കിയുള്ളവരൊന്നും അകത്ത് നിങ്ങൾ പുറത്തോട്ട് കടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയും ഒന്ന് വേഗാവട്ടെ, വേഗാവട്ടെ, സമയമായി എന്ന് പറയും, അല്ലേ? ഒന്ന് വേഗാവട്ടെ, വേഗാവട്ടെ എന്ന് പറയും. നമ്മളൊന്ന് ധൃതി വയ്ക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ഹറി അപ്പ്. ഓക്കെ, ഇങ്ങനെ പറയാം? ഹറി അപ്പ്, ഹറി അപ്പ്. ഓക്കെ, ഒന്ന് സ്പീഡാക്കിക്കാൻ, ഒന്ന് വേഗമാക്കിക്കാൻ എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഹറി അപ്പ്, ഹറി അപ്പ്. ഇനി നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങൾ വിളിച്ചു. നമ്മുടെ കൂട്ടുകാർ വിളിച്ച് ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ? നീ ഇപ്പം എവിടെയാ, നീ ഇപ്പം എവിടെയാ എന്ന് ചോദിക്കല്ലേ? നീ ഇപ്പം എവിടെയാന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഇവിടെ ഞാനിപ്പോൾ വീട്ടിലാണ് എന്ന് പറയും. ഞാനിപ്പോൾ വീട്ടിലാണ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഐ എം അറ്റ് ഹോം. ഓക്കെ, ഇങ്ങനെ പറയാം? ഐ എം അറ്റ് ഹോം. ഓക്കെ, ഞാൻ വീട്ടിലാണ്. ഇങ്ങനെ പറയാം? ഐ എം അറ്റ് ഹോം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഐ എം അറ്റ് ദി ഓഫീസ്. ഓക്കെ, ഐ എം അറ്റ് ദി ഓഫീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെയാണോ ആ സ്പേസ് മെൻഷൻ ചെയ്താൽ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകും. ചില സമയത്ത് ചില ആളുകൾ നമ്മുടെ അടുത്ത് വഴി ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എൻ്റെ പിറകെ പോന്നോളൂ, പിറകെ പോന്നോളൂ എന്നിങ്ങനെയാണ് പറയാം? ഫോളോ മീ. ഓക്കെ, എൻ്റെ പിറകെ പോന്നോളൂ, ഫോളോ മീ. ഓക്കെ, ഇത് നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, അല്ലേ? ഫോളോ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി കൂട്ടിങ് വരുത്തിക്കുന്ന ഒരു സീൻ. ഓക്കെ, ഫോളോ മീ. ഓക്കെ, അല്ലെങ്കിൽ അവനെ ഫോളോ ചെയ്തോളൂ എന്നിങ്ങനെയാണ് പറയാം? ഫോളോ ഹിം. ഓക്കെ, ഫോളോ ഹിം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഐദർ ഫോളോ മീ, എന്നെ ഫോളോ ചെയ്തോളൂ, എൻ്റെ പിറകെ വന്നോളൂ, അല്ലെങ്കിൽ അവൻ്റെ പിറകെ പൊക്കോളൂ, ഫോളോ ഹിം. ഓക്കെ, അവൻ്റെ പിറകെ പൊക്കോളൂ. ഇനി നമ്മൾ വീട്ടിൽ കുഞ്ഞ് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് നാളത്തെ ട്രെൻഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസൊക്കെ വന്ന് അവർ പല രീതിയിൽ പല സ്ഥലത്തേക്ക് നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക,
ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ബി അറ്റൻറ്റീവ്. ഓക്കെ, എങ്ങനെ പറയാം? ബി അറ്റൻറ്റീവ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ, ബി അറ്റൻറ്റീവ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സ്ഥിരം പറയണ ഒരു വാക്കാണ് അല്ലേ. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തുണ്ട് വിശേഷങ്ങൾ, നമ്മൾ പറയും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയും അല്ലേ. പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയും. ഓക്കെ, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നത്തിങ് സ്പെഷ്യൽ. ഓക്കെ, എങ്ങനെ പറയാം? നത്തിങ് സ്പെഷ്യൽ. ഇത് വേറൊരു കോണ്ടെസ്റ്റിലും പറയാം. ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വീട്ടിൽ വരാണ്, എന്നിട്ട് നമ്മുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണം എന്തെങ്കിലും കഴിക്കാനുണ്ടാവും, കഴിക്കാൻ എന്താ സ്പെഷ്യലുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് പറയാം പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല, പഴയ കറികളും സ്ഥിരമുള്ള കറികളൊക്കെ തന്നെ ഉള്ളൂടെ എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് പറയാം ഇംഗ്ലീഷിൽ എങ്ങനെ? നത്തിങ് സ്പെഷ്യൽ. ഓക്കെ, പ്രത്യേകിച്ച് ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ല, പകരം എന്ത് മാത്രമേ ഉള്ളൂ? സാധാ കറികളുള്ളൂ. നത്തിങ് സ്പെഷ്യൽ, നത്തിങ് സ്പെഷ്യൽ. ദയവായി ഒന്നിരിക്കും അല്ലേ. മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദയവായി ഒന്നിരിക്കും. നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് നിൽക്കുമ്പോൾ എല്ലാവരോടും ഒന്ന് ഇരിക്കാൻ പറയണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചില ആളുകൾ പറയും സിറ്റ്, പ്ലീസ് സിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷെ അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? പ്ലീസ് ബി സീറ്റഡ്. എങ്ങനെ പറയാം? പ്ലീസ് ബി സീറ്റഡ്. ദയവായി ഒന്ന് ഇരിക്കൂ. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിനൊക്കെ നിങ്ങൾ ഒരു ഇൻട്രോ ഒക്കെ പറയാൻ നിൽക്കുമ്പോൾ ആളുകളോടൊന്ന് ഇരിക്കാൻ പറയണമെങ്കിൽ എങ്ങനെ പറയാം? പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ സെൻറ്റൻസ് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും എന്നല്ലേ. ചിലപ്പോൾ നമ്മളൊരു കാര്യം വേണ്ട, അത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 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 നമ്മുടെ അടുത്ത് ചോദിച്ച് നമുക്കൊരു ശല്യമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പറയും എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ആസ് യു വിഷ്. ഓക്കെ, ആസ് യു വിഷ്. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഓക്കെ, ആസ് യു വിഷ്. ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഓക്കെ, ആസ് യു വിഷ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇത് പോസിറ്റീവായിട്ടും പറയാം കേട്ടോ. ആസ് യു വിഷ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് പോസിറ്റീവായിട്ടും പറയാം, ഒരു നെഗറ്റീവ് സെൻസിലും പറയാം. ഓക്കെ, പറയുന്ന ടോണിലാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. ഒന്നാമത് നമ്മൾ പറയും ആസ് യു വിഷ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്ന് പറയാം. രണ്ടാമത് പറയാം ആസ് യു വിഷ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോളൂ. മറ്റൊരു സെൻറ്റൻസ് ആണ് ബി പേഷ്യൻറ്റ്. ഓക്കെ, രോഗിയാണെന്നല്ലോട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കും. ഓക്കെ, ബി പേഷ്യൻറ്റ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ വേവോളം കാക്കുക എന്നുണ്ടെങ്കിൽ 6 ഓളം കാക്കുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, ചില ആളുകൾക്ക് ഭയങ്കര ധൃതിയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബി പേഷ്യൻറ്റ്, ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഒന്ന് ക്ഷമിച്ചിരിക്കുക എന്ന് പറയും. ഓക്കെ, ബി പേഷ്യൻറ്റ്. ചില സമയങ്ങളിൽ നമ്മളെ വളരെ വിശ്വസ്തരായിട്ട് കാണുന്നവർ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിക്കും ഇല്ലേ. അപ്പം നമ്മൾ നല്ല അഭിപ്രായമാണ് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് നമ്മൾ പറയുന്ന ഇവരുടെ ഈ ഒരു തീരുമാനം വളരെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്, അത് അവർക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയും അല്ലേ. നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഗോ ഹെഡ്. ഓക്കെ, ഗോ ഹെഡ്. അപ്പോൾ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് വരച്ചിട്ട് അവർ ചോദിക്കും അപ്പോൾ ഈ പടം നല്ലതാണ്, നമ്മൾ പറയുന്നത് ഗോ ഹെഡ്, മുന്നോട്ട് പോക്കും എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ കുറച്ച് കറിയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഭാര്യ അതൊന്നും ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒന്ന് രുചി നോക്കാനായിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരും. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഗോ ഹെഡ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, ഗോ ഹെഡ്. ഒന്ന് പതുക്കെ നടക്ക്. ഈ സെൻറ്റൻസ് നമ്മൾ പലപ്പോഴും പറയുന്ന ഒന്നാണ്. ഒന്ന് പതുക്കെ നടക്ക്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നടക്കുകയായിരിക്കും, ഞാൻ ഓടുമായിരിക്കും. ഓക്കെ, കാരണം അവൻ്റെ കൂടെ നടന്നെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഓക്കെ, അവൻ്റെ കൂടെ നടന്നെത്തത്തില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമാണ് ഒന്ന് പതുക്കെ നടക്കുക സുഹൃത്തെ, പതുക്കെ നടക്കുക. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? വോക്ക് സ്ലോലി. ഓക്കെ, എങ്ങനെ പറയാം? വോക്ക് സ്ലോലി. ഓക്കെ, വോക്ക് സ്ലോലി എന്ന് പറയുന്നതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പല വാക്കുകളും നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്, പക്ഷെ ഞാൻ അതൊരു റിമൈൻഡിങ് ആയിട്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പല ആവർത്തി ഉപയോഗിക്കാൻ തുടങ്ങണം. ഇത്തരം സിറ്റുവേഷനിൽ എവിടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടുമോ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ വാക്കുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 25th വേർഡിലേക്ക് പോവാം, ലാസ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോവാം. ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, അത് പോട്ടെ. ഓക്കെ, എന്താ പറയുക? ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വലിയ നഷ്ടമൊക്കെ വന്നു കഴിയുമ്പോൾ ചില ആളുകൾ ആ നഷ്ടത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയും അത് പോട്ടെ എന്ന് പറയും ഇല്ലേ. നമ്മളിനി കഴിഞ്ഞതിനെ കുറിച്ചിട്ട് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും. അത് പോട്ടെ എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ ഒരു പ്രേമമൊക്കെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ലെറ്റ് ഇറ്റ് ഗോ,
അവൾ പോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോട്ടെ, നമുക്ക് പുതിയ നല്ലൊരു പെങ്കുച്ചിനെ കിട്ടുമെന്ന് മലയാളത്തിൽ പറയും, കടുക്കനിട്ടവൾ പോയ കമ്മലിട്ടവൾ വരും. ഓക്കെ, അപ്പോൾ ഇത് അത്തരത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കാട്ടോ, ലെറ്റ് ഇറ്റ് ഗോ. അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത ആൾ വരുമെന്നേ. ഇത് പെൺപിള്ളേർക്കും പാതകാട്ടോ, ആൺപിള്ളേർ തേച്ചിട്ട് പോയാലും നമുക്ക് ഈ വാക്കുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 25 കിഡിൽ ആൻഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മളൊന്ന് പഠിച്ചത്. 25 എണ്ണവും നിങ്ങൾ എഴുതിയെടുക്കണം. 25 എണ്ണം എഴുതിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയൂ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടാസ്ക് മനസ്സിൽ കരുതിയേക്കണം. നിങ്ങൾ എവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ചാൻസ് കിട്ടിയാലും അത് ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒപ്പം ഉണ്ടല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ ഒത്തിരി പേര് വീഡിയോസ് ഒത്തിരി കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, പകരം നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, it's bye from Linto.